ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോയമ്പിൻ്റെ 29-ാം ദിവസമായ ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യേശു ശബത്തിൽ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ 18 വർഷക്കാലമായി രോഗാത്മാവ് ബാധിച്ച് നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ അവിടെ കടന്നു വരുന്നു. യേശു അവളെ കണ്ട് അരികെ വിളിച്ച് സൗഖ്യം നൽകുന്നു. എന്നാൽ ഇത് ശബത്തിലെ നിയമാചാരങ്ങൾക്കെതിരായതിനാൽ ഈ പ്രവൃത്തി പള്ളിപ്രമാണിയെ കോപിപ്പിക്കുന്നു. കർത്താവ് അവരോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തൻ്റെ കാളയെയോ കഴുതയോ തൊടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരിക്കുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. വിമോചകനായ ക്രിസ്തുവിനെയാണ് നമുക്ക് ഈ പാഠഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. നിയമത്തെക്കാൾ പ്രാധാന്യം മനുഷ്യനുണ്ടെന്ന് യേശു നമ്മെ ഈ വാക്യങ്ങളിലൂടെ പഠിപ്പിക്കുന്നു. ലൂക്കോസ് 13-12-13 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശുക്രിസ്തുവിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ പ്രധാനമായും 3 തരത്തിലുള്ള ശുശ്രൂഷകളാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്: ടീച്ചിങ്, പ്രീച്ചിങ് ആൻഡ് ഹീലിംഗ്. പ്രസംഗിക്കുക, പഠിപ്പിക്കുക, സൗഖ്യമാക്കുക. എന്നാൽ ഇവിടെ ഈ വാക്യങ്ങളിൽ ഈ 3 ശുശ്രൂഷകളും ഒരുമിച്ച് സംഭവിക്കുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും. സ്വന്തമായി ഒന്നും ആവശ്യപ്പെടാത്ത ആ കൂനിയായ സ്ത്രീയെ യേശു കണ്ട് തൊട്ട് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ സൗഖ്യ സ്പർശനമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 18 വർഷമായി തളർന്നു പോകാതെ പ്രാർത്ഥിക്കുവാൻ ആ കൂനിയായ സ്ത്രീക്ക് സാധിച്ചു. അതിൻ്റെ ഫലമായി അവളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടായി. ഇതുവരെ അവളെ ബന്ധിച്ചിരുന്ന എല്ലാ കെട്ടുകളും അഴിഞ്ഞുപോയി. ന്യായപ്രമാണം ഹൃദയസ്ഥമാക്കി വെച്ച് പ്രവർത്തിക്കുന്ന പള്ളിപ്രമാണിയുടെ ഭക്തിയെ കപടഭക്തിയായി യേശു ചൂണ്ടിക്കാണിക്കുന്നു. സ്ത്രീയെ സംബന്ധിച്ച് വളരെയേറെ ക്ലേശവും ത്യാഗവും സഹിച്ചു വേണം ദേവാലയത്തിൽ ആരാധനയ്ക്കായി വരേണ്ടത്. യേശു അവളെ അബ്രഹാമിൻ്റെ സന്തതി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൾ പ്രമാണങ്ങൾക്ക് പ്രാധാന്യം നൽകിയവളാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഒരു പരസഹായവുമില്ലാതെ സ്വയം തൻ്റെ മുതുകിലെ ഭാരം വഹിച്ചുകൊണ്ട് ആരാധിപ്പാൻ വരുന്നു. തൻ്റെ ആരോഗ്യ പരിമിതികൾക്കപ്പുറമായി പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും അവൾ പ്രാധാന്യം നൽകുന്നു. നമ്മുടെ നോമ്പുകാല യാത്രയിൽ യഥാർത്ഥ ശബത്ത് ആചരിക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് ചിന്തിക്കാം. മറ്റുള്ളവരെ കരുതുവാനും സഹായിപ്പാനും കഴിയുന്നതാണ് യഥാർത്ഥ ഭക്തി. യേശു അക്കൂനിയായ സ്ത്രീയെ കണ്ടതുപോലെ നമ്മെ ഓരോരുത്തരെയും കാണുന്നു. അതുകൊണ്ട് തന്നെ പഴയ ബന്ധനങ്ങളിൽ നിന്നും ആത്മീക പുതുക്കമുള്ളവരായി നാം മാറണം. ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും നാം പ്രാധാന്യം നൽകണം. സ്വയം ശോധന ചെയ്ത് നമ്മെ തന്നെ പുതുക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും ഈ നോമ്പ് കാലത്തെ ഒരുക്കത്തിലൂടെ നമുക്ക് സാധിക്കണം. അതിനായി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. വിമോചകനായ ദൈവമേ, ഞങ്ങളെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ച് വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രാർത്ഥനയിലും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.